all, this is Cock. സ്ഥാനാർത്ഥ ശ്രീകുട്ടൻ. സ്റ്റോറി ഡയറക്ഷൻ വിനേഷ് വിശ്വനാഥ്. റിട്ടൺ ബൈ ഒരു ലോഡ് ആൾക്കാരുണ്ട്. മുരളി കൃഷ്ണൻ, കൈലാഷ് എസ് ഭവൻ അദ്ദേഹം തന്നെയാണ് എഡിറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ആനന്ദ് മന്മഥൻ അദ്ദേഹം ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിനേഷ് വിശ്വനാഥ് ഹിംസെൽഫ്. DOP അനൂപ് വി ശൈലജ. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് PS ജയഹരി. നല്ല വർക്കായിരുന്നു. അതുപോലെ ഇതിൻ്റെ CG and VFX ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് കലയാരസ്. അത് എന്തുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം എന്ന് ഞാൻ പറയാം. ഈ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിലാണ്, കുട്ടികളുടെ സ്കൂൾ ലൈഫിലാണ്. ഇതൊരു ചിൽഡ്രൻസ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ കുട്ടികൾ മാത്രമല്ല, പ്രധാനമായിട്ടും അധ്യാപകരുണ്ട്. സ്കൂൾ ലൈഫാണ്, ആ ഒരു എൻവയൺമെൻറ്റാണ്. അവിടുത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നുണ്ട്. പിന്നെ പേരൻസ് ഉണ്ട്. ഈ വർഷം കാണുന്ന രണ്ടാമത്തെ കുട്ടികളുടെ സിനിമയാണ്. ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് പല്ലൊട്ടിയാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലൊട്ടി എക്സ്പ്ലോർ ചെയ്തത് 90s കിഡ്സിൻ്റെ ലൈഫാണ്. ആ സമയത്തുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സ്, നോസ്റ്റാൾജിയ, പിന്നെ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മനോഹരമായ ചിത്രമാണ് പല്ലൊട്ടി. ഇതിലേക്ക് വരുന്ന സമയത്ത് പ്രസൻറ്റ് ടൈമിലുള്ള ഒരു നാട്ടിൻപുറത്തെ സ്കൂള്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ അവരുടെ സ്കൂൾ ലൈഫ്. അപ്പോൾ ഇതിൽ ഉള്ള ഒരു അപ്രോച്ച്, ഒരു ട്രീറ്റ്മെൻറ്റ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല്ലൊട്ടിയിൽ കുറേ കൂടെ റിയലിസ്റ്റിക് ആൻഡ് ഡ്രാമാറ്റിക് ആയിരുന്നെങ്കിൽ ഇതിലങ്ങനെയല്ല. ഇതിൽ കുറച്ചുകൂടെ സിനിമാറ്റിക് ആണ്. എസ്പെഷ്യലി ഇതിൽ ദ ബ്ലെൻഡ് ഓഫ് ഷോർട്സ്, കട്ട്സ് ആൻഡ് സ്കോർ, ഇത് മൂന്നും അങ്ങനെയാണ്. ഒരു കണ്ടംപററി സിനിമ കാണുന്ന ഫീലാണ്. എസ്പെഷ്യലി മ്യൂസിക്. ഇപ്പോഴ് പിള്ളേർ നടന്നു വരുമ്പോൾ തന്നെ നല്ല മേക്കിംഗ്, അതായത് ഒരു പക്ക സിനിമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന കൈൻഡ് ഓഫ് മേക്കിംഗ്. സ്ലോ മോഷൻ യൂസ് ചെയ്യുന്നത്, സൈലൻസ് യൂസ് ചെയ്യുന്നത്, CG and VFX യൂസ് ചെയ്തിരിക്കുന്നത്. ബിജു മേനൻ്റെ തുണ്ടിലാണ് ഈ അടുത്ത് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. തുണ്ട് സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു കോപ്പി അടിക്കുന്ന സീനുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന CG പരിപാടിയുണ്ട്. അതുപോലെ ഇതിൽ അങ്ങനത്തെ ഇൻ്റർവെലിനോട് അടുപ്പിച്ചൊരു കിഡിലൻ സീനുണ്ട്. ഈ പേപ്പർ എറിയുന്നത്, എഴുതുന്നത്. പിന്നെ ഇതിൽ അജു വർഗീസ് സ്കൂളിലേക്ക് കുറേ കാലത്തിന് ശേഷം വരുന്നൊരു സീനുണ്ട്. അവിടെ സൈലൻസ് യൂസ് ചെയ്തിരിക്കുന്നു. ആ സമയത്തുള്ള ഓരോ ഷോട്ട്സ്. പിന്നെ ഇതിൽ ധാരാളമായിട്ട് ക്ലോസ് ഷോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ഷോട്ട്സ് അത് എഡിറ്റിങ്ങിൽ സന്നിവേശിപ്പിച്ച് അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പ്ലസ് സ്കോർ അങ്ങനെ. പിന്നെ കുറേ റാൻഡം ഷോട്ട്സ്, റാൻഡം കട്ട്സ് ഇങ്ങനെ വന്നിട്ട് നല്ല മേക്കിംഗ് ആണ്. സീരിയസ്ലി നല്ല മേക്കിംഗ് ആണ്. കുട്ടികളുടെ സിനിമ എന്ന നിലയ്ക്ക് ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല. ഉടനീളം ആ ഒരു പേസും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസസും കിടുവാണ് ഓരോ പിള്ളേരുടെയും. പിന്നെ ടീച്ചേഴ്സായിട്ട് അഭിനയിച്ചിട്ടുള്ള അതിൽ എടുത്തു പറയേണ്ടത് അജു വർഗീസിനെ കേരള ക്രൈം ഫയലിൽ അന്ന് ഞാൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജുവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അജു സീരിയസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അജു കറക്റ്റ് ക്യാരക്ടറായി മാറുന്നുണ്ട്. ഇതിലും അജു പക്കാ സീരിയസ് നോട്ടിലുള്ള ക്യാരക്ടറാണ്. ഇത് അജു അതേ മീറ്റർ പിടിച്ച് ഉടനീളം ചെയ്തിട്ടുണ്ട്. അജുവിനെ കാണുമ്പോഴത്തന്നെ ആ ഒരു പിള്ളേർക്ക് ഉണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ എന്തുകൊണ്ടാണെന്ന് അജുവിൻ്റെ ക്യാരക്ടർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരുപാട് സംസാരിക്കാൻ ചെയ്യുന്ന ആളല്ല. എനിക്ക് തോന്നുന്നു അജുവിനൊരു ഒരു ഭീകരമായിട്ടുള്ള ഗ്രോത്തിനുള്ള സ്പേസ് മലയാള സിനിമയിലുണ്ട്, ഇത്തരം ക്യാരക്ടർ റോൾസ് ചെയ്യാൻ, വില്ലൻ റോൾസ് ചെയ്യാൻ. പക്ഷേ സുരാജിനെ പോലെയൊക്കെ, സുരാജ് വെഞ്ഞാറിനും ഉടനെയൊക്കെ പോലെ കംപ്ലീറ്റ്ലി കോമഡി വിട്ട് ടൈപ്പ് കാസ്റ്റ് ആയി പോതിരുന്നാൽ നല്ലത് എന്ന് മാത്രം. പക്ഷേ കൺസിഡറിങ് ഹിസ് ഏജ്, അജൂസ് ഏജ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അഹെഡ്. അജുവിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ ജോണി ആൻ്റണി ഉണ്ട്. ജോണി ആൻ്റണി ടിപ്പിക്കൽ കഥാപാത്രമാണെങ്കിലും അദ്ദേഹം ഒരു കുറച്ചൊരു വ്യത്യാസം ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആനന്ദ് മന്മഥൻ ഒരു കടക്കാരനായിട്ട്, സീരിയൽ നടനായിട്ട് ഇങ്ങനെ. പിന്നെ സൈജു കുറുപ്പ് ഒരു ഇലൂമിനാറ്റിയുടെ ആളാണ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പിന്നെ ബായ്ജാൻ എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ ലോട്ട്സ് ഓഫ് റെഫറൻസസ് ഉണ്ട്. പക്ഷേ ഒരുപാട് സിനിമകളിൽ റെഫറൻസസ് ഇങ്ങനെ ആസച്ച് കുത്തിക്കയറ്റി വെറുപ്പിച്ച് റെഫറൻസസ് മടുത്തു പോയിട്ടുണ്ട്. അത് മ്യൂസിക്കൽ റെഫറൻസസ് ആയി കഴിഞ്ഞാൽ, സീൻ റെഫറൻസസ് ആയി കഴിഞ്ഞാൽ, ഡയലോഗ് റെഫറൻസസ് ആയി കഴിഞ്ഞാലും കുറേ കാലമായിട്ട് വെറുപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ നൈസായിട്ടാണ്. എസ്പെഷ്യലി ഇതിലൊരു കുട്ടിയുടെ പേര് തന്നെ പൃഥ്വിരാജ് എന്നാണ്. അവനെ പരത്തിരാജ് എന്നാണ് വിളിക്കുന്നത്. എടാ പരത്തി. അതുപോലെ ഇലൂമിനാറ്റി റെഫറൻസ് വരുമ്പോൾ ലൂസിഫറിലെ ഡയലോഗ്സ് വരുന്നുണ്ട്. പിന്നെ KGFലെ ഡയലോഗ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ഡയലോഗ്സ് നൈസായിട്ട് ഇതിൽ പിന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പിള്ളേർ ഉച്ചയ്ക്ക് ക്ലാസ് തമ്മിൽ നടക്കുന്നൊരു മാച്ച്, ഒരു ബെറ്റിന് പുറത്ത് നടക്കുന്ന മാച്ചാണ്. അത് സിമ്പിളായിട്ടൊരു മാച്ചാണ്, നമ്മളൊക്കെ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള കളിയാണ്. പക്ഷേ അത് ഈ ഡയറക്ടർ, ഈ വിനീഷ് വിശ്വനാഥ് മേക്ക് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് അതിന്. അത് ചെറിയൊരു ഗ്രൗണ്ടിൽ നടക്കുന്ന കളിക്ക് പോലും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ MRF ബാറ്റ് റെഫറൻസ്. പിന്നെ സച്ചിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടല്ലോ, മറ്റേ പാകിസ്ഥാനിലെ കളിക്കാരെല്ലാം കൂടി നിൽക്കുമ്പോൾ സച്ചിൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത് ബാറ്റ് പിടിച്ചിട്ട്
കണ്ടാ പന്നികളതാ കൂട്ടമാ വരൂ സിംഗിളാ വരൂ, ആ മൂടുള്ള സാധനമല്ലേ. അതുപോലത്തെ ഒരു പിന്നെ ഷോർട്ട് പുള്ളി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്, പക്ഷേ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ ഇമോഷൻസ്, ചെറിയ അറ്റാച്ച്മെൻറ്റ്സ്, പിന്നെ ക്ലാസ് റൂമിനകത്ത് ഒരു മൈക്രോകോസം ഓഫ് എ റിയൽ ക്ലാസ് റൂം. അതായത് പിന്നെ പഠിപ്പിയായിട്ടുള്ള ചെക്കൻ, ആ ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കറക്റ്റാണ്, അവൻ്റെ അതേ ഫേസ് വരെ കറക്റ്റാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും കാണാറില്ല, എല്ലാ ക്ലാസ്സിലും അങ്ങനെ ചെക്കൻ ഉണ്ടാവും. ആ സെയിം ചെക്കൻ ഇതിനകത്ത് ഉണ്ട്. അത്തരം കുട്ടികളോ ടീച്ചേഴ്സിനുണ്ടാവുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അവർ കാണിക്കുന്ന അവർക്ക് കിട്ടുന്ന ചില പ്രിവിലേജസ്, അതൊക്കെ ഇതിൽ കാണിക്കുന്നു. ഈ ശ്രീകുട്ടൻ എന്ന് പറയുന്ന പയ്യൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ്. അവനും കുറച്ച് ഗ്യാങ്ങും ഇങ്ങനെ ഇവർ തമ്മിലുള്ള പിന്നെ കുറച്ച് ഭസ്മം ടീം, ഇലൂമിനാറ്റി എന്നും പറഞ്ഞ് വേറെ കുറച്ച് ഗ്യാങ് ഉണ്ട്. ഇവരൊക്കെ വെച്ചിട്ട് മൊത്തം ടീച്ചേഴ്സിനെ വെച്ചിട്ട് സ്റ്റാഫ് റൂമിലെ ചില അറ്റ്മോസ്ഫിയറൊക്കെ വെച്ചിട്ട് എടുത്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ ഒട്ടും ബോറടിക്കാത്ത നൈസായിട്ടുള്ള ഫിലിമായിട്ടാണ് എനിക്ക് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ശ്രീകുട്ടനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യൻ്റെ പേര് ശ്രീരാജ് ഷൈൻ. വളരെ ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ഇന്നസെൻറ്റ് ഫേസുള്ള ഒരു പയ്യൻ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പഠിപ്പി പയ്യൻ്റെ പേര് അമ്പാടി, അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു പയ്യനുണ്ട്, ഭയങ്കര ആക്റ്റീവും കോമഡിയും എല്ലാ ക്ലാസ്സിലും കാണില്ല. അങ്ങനെ ഒരുത്തന്നെ എല്ലാ ക്ലാസ്സിലും മസ്റ്റായിട്ട് കാണും. അവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ചില കൊമൻട്രി ഒക്കെ ഉണ്ട്, ബാലയുടെ ഡയലോഗ് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത പയ്യനാണ് അവൻ. ചില പ്രത്യേക ആളുകൾ വിഷമിക്കേണ്ട, സ്ത്രീ കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, കുട്ടികൾ തന്നെ ഇഷ്ടം പോലെയുണ്ട്. അതിൽ തന്നെ ടിപ്പിക്കലായിട്ട് എല്ലാ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ഈ ക്ലാസ്സുകളിലും ഉണ്ട്. അവർ മത്സരിക്കുന്നുണ്ട്, അവരെല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. അങ്ങനെയൊക്കെ. പിന്നെ ശ്രുതി സുരേഷൊക്കെ ഉണ്ട് ടീച്ചറായിട്ട്. പിന്നെ കുറേ ടീച്ചേഴ്സ്, അമ്മമാർ, അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളും ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൽ പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വപ്നം കാണുന്നൊരു സീനിൽ ഈ ചാനൽ മറ്റേ ഈ മൈക്കും പിടിച്ച് നിൽക്കുമ്പോൾ അതിൽ കൊച്ചു ടി വിയും ഫാഷൻ ടി വിയും ഒരുമിച്ച്, അതൊക്കെ ഒരു രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ പുളിമുട്ടായി കൊടുക്കണ സീന്, അങ്ങനെ കുറേ. പിന്നെ കണ്ണൻ നായരുണ്ട്. കണ്ണൻ നായർ മുറയിൽ ഉണ്ടായിരുന്നു. ഇതിലും പുള്ളി നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എസ് എ ഹോൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. ഒരു സ്കൂൾ ലൈഫ്, അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുവാണ്. അതിനകത്ത് ഈ കെ.ആർ. നാരായണൻ്റെ സ്റ്റാച്യു ഇറ്റ് സെൽഫ് ഇസ് എ സിംബൽ. അതിങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ബട്ടർഫ്ലൈ ഓൺ കെ.ആർ. നാരായൺസ് സ്റ്റാച്യു, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അതിനകത്തുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത് ഈ ബെഞ്ച് ഇടുന്നതിൽ കാണിക്കുന്നുണ്ട് പ്രത്യേക തരത്തിൽ. അത് പ്രാക്ടിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ആൻഡ് സൈക്കോളജിക്കലി അത് ആപ്റ്റല്ല എന്നാണ് എൻ്റെ പക്ഷം. അതങ്ങനെ മുൻപും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്കൂൾ പഠിപ്പിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് കൂടെ ഞാൻ പറയുകയാണ്, ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ.